ക്രിസ്മസ് സമ്മാനമായി ഭക്ഷണം ഒരുക്കി വിദ്യാർത്ഥികൾ. ചവറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ സ്നേഹസ്പർശം കൂട്ടായ്മ സ്ഥാപിച്ച എൻ്റെ അലമാര എന്ന ഭക്ഷണ അലമാരയിലേക്കാണ് 100 ദിവസത്തെ ഭക്ഷണം വിദ്യാർത്ഥികൾ നൽകുന്നത്. തേവലക്കര KVM സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഭക്ഷണം നൽകിയത്. ശാന്തിയുടെ സമാധാനത്തിൻ്റെയും ക്രിസ്മസ് ആഗതമാകുന്ന ഈ നേരത്ത് ആരും പട്ടിണി കിടക്കരുതെന്ന ഉദ്ദേശത്തോടെ ആരംഭിക്കുന്ന ഈ അലമാരയിൽ KVM സ്കൂൾ തേവലക്കരയിലെ കുരുന്നുകൾ ഭക്ഷണം നൽകുകയാണ്. പൊതിച്ചോറ്, ബിസ്ക്കറ്റ്, സ്നാക്സ്, കുടിവെള്ളം മുതലായവയാണ് ഞങ്ങളിവിടെ നൽകുന്നത്. എനിക്ക് വിശക്കുമ്പോൾ മറ്റുള്ളവർക്കും വിശക്കും. ഞാൻ ആഹാരം കഴിക്കുമ്പോൾ മറ്റുള്ളവരും ആഹാരം കഴിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഈ ഭക്ഷണം നൽകുന്നത്. ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് 100 ദിവസത്തേക്ക് ഭക്ഷണമൊരുക്കി തേവലക്കര KVM സ്കൂളിലെ കുരുന്നുകൾ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് മുന്നിൽ സ്നേഹസ്പർശം കൂട്ടായ്മ നിർമ്മിച്ച എൻ്റെ അലമാര എന്ന ഭക്ഷണ അലമാരയിലേക്ക് ഭക്ഷണങ്ങൾ നൽകിയാണ് കുട്ടികൾ തുടക്കം കുറിച്ചത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വഴിയോരങ്ങളിൽ ആരോരുമില്ലാതെ വിശന്നു വലയുന്നവർക്കും എല്ലാ ദിവസവും ഭക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഭക്ഷണ അലമാര നിർമ്മിച്ചത്. അതിലേക്കാണ് തേവലക്കര KVM സ്കൂളിൽ കുരുന്നുകൾ സാന്താക്ലോസിന്റെയും മാലാഖമാരുടെയും വേഷത്തിൽ ആഹാരം, കുടിവെള്ളം, ഫ്രൂട്ട്സുകൾ, ബിസ്ക്കറ്റുകൾ എന്നിവ കൊണ്ട് അലമാര നിറച്ചത്. 100 ദിവസത്തേക്ക് ഈ കുരുന്നുകളാണ് എൻ്റെ അലമാരയിലേക്ക് ഭക്ഷണം നൽകുന്നത്. ചവറ സബ് ഇൻസ്പെക്ടർ M. അനീഷ് കുമാർ കുട്ടികളോടൊപ്പം നാട മുറിച്ചും കേക്ക് മുറിച്ചും ഉദ്ഘാടനം നിർവഹിച്ചു. സംരംഭമാണ് ഇവിടെ ആരംഭിക്കുന്നത്. അപ്പം എല്ലാവർക്കും തന്നെ അറിയാം, വിശക്കുന്നവന് ഒരു നേരത്തെ അന്നം കൊടുക്കുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പുണ്യമായിട്ടുള്ള കാര്യം. ഞാൻ ഈ ചവറ സ്റ്റേഷനിൽ വന്ന് ജോയിൻ ചെയ്തിട്ട് ആദ്യമായിട്ടുള്ളൊരു സൽപ്രവൃത്തി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? എന്തു തന്നെ ആയാലും ഇതിൻ്റെ ഭാരവാഹികളായ എല്ലാവർക്കും ഇതിനകത്ത് ഇവിടെ സന്നിഹിതരായിട്ടുള്ള പല പാർട്ടി ആൾക്കാരുണ്ട്. അപ്പം എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് ഇത്. ഇവിടെ കൂടിയിട്ടുള്ള കൊച്ചുമക്കൾ. അപ്പം എല്ലാവർക്കും ക്രിസ്മസ് ഈ 25-ാം തീയതി വരികയാണ്. അപ്പം ഇന്ന് സ്കൂൾ അടയ്ക്കുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അടച്ചു പോകും, നാളെ അടയ്ക്കുന്നത്. അപ്പം എനിവേ, അപ്പം നല്ലൊരു ക്രിസ്മസ് എല്ലാവർക്കും നേരുന്നു. അപ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആൾക്കാർക്കും ഈ ഒരു എന്നെ പ്രത്യേകിച്ച് ഈ ഒരു ഇതിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും ചവറ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് നിന്ന് നന്ദി അറിയിക്കുകയാണ്. പത്തനാപുരം ഗാന്ധിഭവൻ കോർഡിനേറ്റർ സിദ്ദിഖ് മംഗലശ്ശേരി, CP സുധീഷ് കുമാർ, സന്തോഷ് തുപ്പാശ്ശേരി, ആന്റണി മരിയൻ, നെറ്റിയാട്ട് റാഫി, സുധീർ മണക്കാട്ടക്കര, സുരേഷ് ഉത്രാടം, KVM സ്കൂൾ മാനേജർ അൻസാർ റഷീദ്, സ്കൂൾ അധ്യാപകർ, സ്നേഹസ്പർശം കൂട്ടായ്മ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പന്മനയെ സംബന്ധിച്ച് പലരും ചോദിക്കാറുണ്ട്, ഇവിടെ വിശപ്പുണ്ടോ പട്ടിണിയുണ്ടോ എന്നൊക്കെ. ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ ഞങ്ങളൊരു അലമാര സ്ഥാപിച്ചു. ഓച്ചിറയിൽ അലമാര നിലവിലുണ്ട്. അവിടെയെല്ലാം ഭക്ഷണം എടുക്കാൻ ആളുകളുമുണ്ട്. അപ്പോൾ ഇത് ആർക്കും ഒരു പൊതി വന്നെടുത്ത് കഴിക്കാം. അതുമാത്രമല്ല, ഇതിലേ പോകുന്ന ആർക്കെങ്കിലും ഒരു ബിസ്ക്കറ്റോ ഒരു വെള്ളമോ ഒരു കുഞ്ഞ് കരഞ്ഞാൽ അവർക്ക് എടുത്തു കൊടുക്കാനുള്ള സംവിധാനവും ഉണ്ടാകും. ഒട്ടനവധി സുമനസ്സുകളുടെ സഹായത്തിലാണ് ഇത് ഇന്ന് നിലവിൽ വന്നിട്ടുള്ളത്. ഇത് നാടിന് സമർപ്പിക്കുകയാണ്. ഇത് തുടർന്നും KVM സ്കൂളും കോയിവിള ബിഷപ്പ് ജെറോ അഭയകേന്ദ്രം, ഏഞ്ചൽ വാലി എന്ന സ്ഥാപനങ്ങൾ സംയുക്തമായി ഈ പദ്ധതിയിൽ പങ്കാളിയായിട്ടുണ്ട്. പൂർണ്ണമായും KVM സ്കൂളാണ്. 100 ദിവസം കഴിഞ്ഞാലും ഇതിൻ്റെ പ്രവർത്തനം അവർ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നുള്ളത് കൊണ്ടാണ് KVM സ്കൂളിനെ ഈ പദ്ധതി ഏൽപ്പിച്ചിട്ടുള്ളത്. കോയിവിള ബിഷപ്പ് ജെറോം അഭയമന്ദിരം മാനേജിംഗ് ട്രസ്റ്റി കുഞ്ഞച്ചൻ ആറാടൻ, അമ്മവീട് ഏഞ്ചൽ വാലി ഡയറക്ടർ ഡോക്ടർ ഷെഫീഖ് ജൗഹരി എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ.